ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ഒന്നാണ് ദുഃഖം. ഒരു മനുഷ്യൻ്റെ ദുഃഖത്തിൻ്റെ പിമ്പിൽ ശത്രു ഉണ്ടായിരിക്കും. ഒരു മനുഷ്യൻ്റെ ദുഃഖത്തിൻ്റെ പിമ്പിൽ മനുഷ്യനുണ്ടായിരിക്കും. ഒരു മനുഷ്യൻ്റെ ദുഃഖത്തിൻ്റെ പിമ്പിൽ ഒരു വിധി ഉണ്ടായിരിക്കും. വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ രാജാവിൻ്റെ വിധിയാണ് ഒരു ആൺകുഞ്ഞു പോലും ജീവിക്കാൻ പാടില്ല. മിസ്രൈമ്യർ ഇസ്രായേലിയുടെ ജീവിതത്തെ കൈപ്പാക്കി എന്നാണ്. ദൈവം പറയുന്നു, മിസ്രൈമിൻ്റെ നുകക്കൈകളെ ഒടിച്ച് എൻ്റെ ജനത്തെ നിവൃത്തി നടത്തുമെന്ന്. ശത്രുക്കൾ പറയും വെറും കൈയോടെ പറഞ്ഞയക്കുമെന്ന്. ദൈവം പറയും വെറും കൈയോടെ നിന്നെ പറഞ്ഞയക്കില്ല. നിന്റെ അധ്വാന ഫലം ആരപകരിച്ചാലും അവിടുന്ന് ദൈവം വെറും കൈയോടെ പറഞ്ഞയക്കില്ല. നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ മനുഷ്യരോടല്ല പറയേണ്ടത്, ദൈവത്തോടത്രേ പറയേണ്ടത്. കാരണം മനുഷ്യർക്ക് പരിഹരിച്ചാൽ നമുക്കറിയാവുന്നൊരു കാര്യം മാത്രമേ അവർക്ക് പറഞ്ഞു തരാൻ പറ്റുകയുള്ളൂ. ദൈവം പരിഹരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയായിരിക്കും. അതുകൊണ്ട് നമ്മുടെ പരിഹാരകൻ യേശു ക്രിസ്തുവായിരിക്കും. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നാം ഓരോരുത്തർ വരണമെന്ന് വേദപുസ്തകം നമ്മെ പ്രബോധിപ്പിക്കുന്നത്.